ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് നല്ലൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്കിതിനാവശ്യമായിട്ടുള്ള മുട്ട പുഴുങ്ങിയെടുക്കാം. ഇവിടെ ഞാനൊരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് മുട്ട മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയ മുട്ട നമുക്ക് തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബസുമതി റൈസ് വേണമെങ്കിൽ എടുക്കാം. അത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 5 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. 5 ഗ്രാമ്പൂവും 5 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 6 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് തെറിക്കുകയൊക്കെ ചെയ്യും. ഇനി ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3 കപ്പ് കൈമ റൈസ് കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചിരുന്നതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് അരി ഇളക്കി കൊടുക്കണം. അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊരു 5 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 5 എണ്ണമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എരിവ് കുറഞ്ഞതാണെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഒത്തിരി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് 1/4 കപ്പ് കാഷ്യൂ വറുത്തെടുക്കാം. ഒന്ന് കളറ് മാറി വരുമ്പോഴേക്കും നമുക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള എണ്ണയിൽ ഒരു വലിയ സവോള ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറുത്ത് ഊരിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വറുത്ത് കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഉള്ളി വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശം ഈ കളറാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒത്തിരി കരിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിക്കൊരു കയ്പ്പരസം വരുന്നതായിരിക്കും. അത് എണ്ണയിൽ തന്നെ നമുക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള 4 സവോള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് തക്കാളി വേവുന്നത് വരെ വേവിച്ചെടുക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി ഒന്ന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് മല്ലിയിലയും ഒരു 1/4 കപ്പ് പുതിനയിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട്
ഇതിൻ്റെ പകുതി ചോറ് നമുക്കിങ്ങ് മാറ്റിയെടുക്കാം. ദം ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ദോശക്കല്ലിൻ്റെ പുറത്താണ് ഞാൻ പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത്. ചോറൊന്ന് ലെവലാക്കി കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പകുതി നമുക്ക് ചോറിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്യൂവും റൈസൻസും ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ മസാല ഒരു പകുതിയിൽ കൂടുതൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറിട്ട് കൊടുക്കാം. കലക്കി വെച്ചിരുന്ന ബാക്കി പാലും കൂടി ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കി മസാല ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ റൈസൻസും ഉള്ളി വറുത്തതും നമുക്കിതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ മസാല എല്ലാം കൂടെ എല്ലാ വശത്തും ആകുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉള്ളി വറുത്തതും റൈസൻസും എല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.